നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഒരു പിടി മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ മികച്ച താരത്തിനുള്ള പുരസ്കാരത്തിന് കൂടുതൽ സാധ്യത ആർക്കാണ്? നിലവിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു റാങ്കിങ് പരിശോധിക്കുകയാണ്. വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ റാങ്കിങ്, സ്കോർ 90യുടെ റാങ്കിങ് ആണ് നമ്മൾ എടുക്കുന്നത്. 10 താരങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്, ഏറ്റവും അധികം സാധ്യതയുള്ള 10 താരങ്ങൾ. ഒന്ന് കായ് ഹവേർട്സ് ആണ്, ജർമ്മനിയുടെ സൂപ്പർ താരം. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം ജർമ്മനി മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല സാധ്യതയുണ്ട്. 9ാം സ്ഥാനത്ത് സൈബരിയാണ്, ഇസ്മായിൽ സൈബരി. എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന. എല്ലാ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും ഗോൾ അടിച്ചിട്ടുണ്ട്. സോ സൈബരി 9ാം സ്ഥാനത്ത് വരുമ്പോൾ 8ാം സ്ഥാനത്ത് യുൻഡാവാണ്. ഡെനിസ് യുൻഡാവ് മികച്ച പ്രകടനമാണ് ജർമ്മനിക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനിയുടെ വിജയങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. 7ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാമാണ്. കഴിഞ്ഞ കളി ജയിച്ചില്ല എന്നുള്ളത് ശരിയാണ് ഇംഗ്ലണ്ട്, പക്ഷേ ബെല്ലിംഗാമിന് മികച്ച സാധ്യതയുണ്ട്. അവരുടെ ടീമിൻ്റെ പ്രധാനപ്പെട്ട താരവുമാണ്. 6ാം സ്ഥാനത്ത് ഗാക്പോയാണ്. ആദ്യ കളിയിൽ അത്ര മികവിലേക്ക് പോയോ എന്ന് സംശയം, പക്ഷേ 2ാം കളിയിൽ അദ്ദേഹം മികവ് തിരികെ പിടിക്കുന്ന കാഴ്ച നെതർലൻഡ്സ് വലിയ പ്രതീക്ഷ അദ്ദേഹത്തിൽ വെക്കുന്നുണ്ട്. അടുത്തത് 5ാം സ്ഥാനത്ത് ഒലീസയാണ്. വാവ്, ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങളിൽ അവൻ വഹിക്കുന്ന പങ്ക് അവനോളം മാരകമായിട്ട് ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. സോ ഒലീസെ 5ാമതാണെങ്കിൽ 4ാമത് വിനി ജൂനിയർ, ബ്രസീലിൻ്റെ എക്സ് ഫാക്ടർ ഇപ്പോൾ വിനി ജൂനിയറാണ്. വിനിയാണ് ബ്രസീലിനെ വിജയതീരമണിയിക്കുന്നത്. സോ വിനി ജൂനിയർ 4 ഗോളുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു. വീണ്ടും പ്രകടനം നടത്തുന്ന അസിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞു. സോ വിനി 4ാം സ്ഥാനത്ത്. മൂന്നാമത് എർലിംഗ് ഹാലൻഡാണ്. ഗോളടിക്കുന്നു, ടീമിന് അത്രയധികം വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നു, ഉത്തേജനം നൽകുന്നു. നോർവേയും കൊണ്ട് ഹാലൻഡ് എത്ര ദൂരം എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ നിലവിൽ അദ്ദേഹത്തിന് ഗോൾഡൻ ബോളിന് നല്ല സാധ്യതയുണ്ട്. 2ാമതോ കിലിയൻ എംബാപ്പയാണ്. എംബാപ്പയുടെ മികവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇനി വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. മികച്ച രൂപത്തിൽ എംബാപ്പെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗോൾഡൻ ബോളിനും ഗോൾഡൻ ബൂട്ടിനും കണ്ടൻഡറാണ് എംബാപ്പെ എന്ന കാര്യത്തിൽ തർക്കമില്ല. 1ാമതോ, അതെന്ത് ചോദ്യാടോ? 1ാമത് ലിയോ മെസ്സി അല്ലാതെ മറ്റാർ? ഞാൻ ഈ പറഞ്ഞ പോലെ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഒക്കെ അദ്ദേഹം കണ്ടൻഡറാണ്. 2 കൂടി ഒരാൾക്ക് അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും 1ാമത് ലിയോ മെസ്സി. കളിച്ച 2 കളികളിലും അർജൻറ്റീനയെ വിജയത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. ഈ പ്രായത്തിലും അദ്ദേഹത്തെ വെല്ലാൻ ഒരാളില്ല എന്നുള്ളതാണ് വേൾഡ് കപ്പ് നമ്മുടെ മുന്നിലേക്ക് സൂചിപ്പിക്കുന്ന കാര്യം. സോ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ റാങ്കിങ്ങിൽ നിലവിൽ 1ാമത് ലിയോ മെസ്സി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.